ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറേ നാളായി നിങ്ങളെന്നെ കണ്ടിട്ട്. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേ ആണ്. ബട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിലായിട്ടുണ്ടായിരുന്നു സാറ്റർഡേ, അതായത് ഇന്നാണ് പിന്നെ വോയിസ് ഓവർ എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി രാവിലെ യാത്രയായി ഗൈസ്. അങ്ങനെ സ്റ്റേഷനിലെത്തി. നമ്മുടെ കൂടെ വല്യമ്മ ഉണ്ടായിരുന്നു, വേറൊരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മനെ വിളിക്കാൻ പറ്റിയില്ല. ഞാനും പോകണമെന്ന് വിചാരിച്ചല്ലോ, കാരണം എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. എന്നിട്ടും കെട്ടി ഒരുങ്ങി പോകാൻ കിട്ടിയ അവസരം മുതലാക്കിയില്ല. പക്ഷെ കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ അവിടെ. നിങ്ങൾക്കറിയാം, ഈ ചർച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വെട്ടാട് പള്ളിയാണ്. വഴിയുന്നത് ഈ കുരിപ്പിനും കിട്ടി. അങ്ങനെ നമ്മൾ താഴെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനും കൂടെ പോയത്. താഴെ പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് വൈബ് പോലെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കള്ളം ചെയ്ത പോലെ ആയിപ്പോയി. ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചു. ഇടാവോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ എന്തോ ക്ലാഷ്. ഓക്കെ, വീഡിയോ ഒക്കെ നിന്നൊക്കെ തരും കേട്ടോ, 3 പേരും അതെ. അങ്ങനെ മറ്റേ വലിയമ്മയെ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. അത് പരസ്പരം എല്ലാവരും പറഞ്ഞ് വരണുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലെ വില കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയറുമല്ലോ. അങ്ങനെ തിരുനാളാണോ എനിക്കറിയില്ല. അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നമുക്കിങ്ങനെ ആക്സസറീസ് ആണെങ്കിലും ഒക്കെ. ഇപ്രാവശ്യം കടലിൽ ഇറങ്ങിയില്ല, പുറത്ത് നിന്ന് തന്നെ ഇങ്ങനെ വ്യൂ ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. പിള്ളേരൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്, അപ്പോൾ കൊതി ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങിയില്ല, എന്തൊരു മൂഡില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഷോപ്പിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി അങ്ങനെ ഒരു വൈബായിരുന്നു. അങ്ങനെ സന്ദർശനമായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. വിചാരിച്ചില്ല എനിക്ക് പനി പിടിച്ച് വിറ്റേന്ന്, ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന്. പിന്നെ ട്രിപ്പ് ഇട്ടപ്പോൾ ഓക്കെ ആയി. ട്രിപ്പ് ഇടുമ്പോഴാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഓക്കെ ആവാറ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ആക്ച്വലി ഞാനൊരു അമ്പലവാസി കുട്ടി മാത്രമല്ല, ഇടയ്ക്കൊക്കെ ചർച്ചിലും പോവും. അങ്ങനെ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, അപ്പം നമ്മൾ എല്ലായിടത്തും പോവും. എല്ലാ ദൈവങ്ങളും കാത്തോളും അല്ലേ? ആണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇരിപ്പാണ്. പിന്നെ ഇവിടെ തിരുനാൾ കൂടെ ആയതുകൊണ്ട് ബസ് ഇഷ്ടം പോലെ കിട്ടും. ആ ഒരു സീസൺ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ബസ്സൊക്കെ കിട്ടുമല്ലോ. അതിവിടെ എവിടെ പരിപാടിയാണെങ്കിലും അങ്ങനെയാണല്ലോ. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒരു മാച്ചും ഇല്ലാത്ത ഒരു കുപ്പികളാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വിശക്കുന്നു എന്നുള്ള കാര്യം ഷെയർ ചെയ്യണം. പിന്നെ വോയിസ് ഓവർ ഞാൻ പുറത്തുനിന്ന് കേട്ടോ കൊടുക്കുന്നത്. അതാണ് ചെറിയൊരു കച്ചറൊക്കെ ഫീൽ ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്താക്കി, നമ്മൾ രണ്ടുപേരും ഒരിടത്ത് ഇച്ചിരി പാസ്സാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി പാസ്സാക്കി. അതിന്റെ ഒരു കളിയാക്കിലാണ് ഞാൻ ആ കൊഞ്ഞനം കട്ട് ചെയ്ത്. അങ്ങനെ വേറൊന്നും ഷൂട്ട് ചെയ്തില്ല. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഈ ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ അതിവിടെ കിട്ടും, എന്നാലും അവിടെ നിന്ന് കണ്ടപ്പോൾ മേടിച്ചെന്നേ ഉള്ളൂ. 20 രൂപയേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഒരു ബോള്, ഇത് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കത്തിച്ച് കാണിക്കാൻ അവൻ്റെ അടുത്ത് പറയാണ്. ഈ ഒരു തടിയന്, പിന്നെ നമ്മുടെ ആദിക്കുട്ടൻ, ആളെ കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് ലൈറ്റ് കത്തണ കണ്ടപ്പോൾ മേടിച്ചെന്നേ ഉള്ളൂ. അവന് ഇഷ്ടമാവെന്ന് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു ഫാനൊന്നുമില്ല. ഫ്രൂട്ട്സ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയാണ് അവൻ്റെ താല്പര്യം. മീൻസ് ഫ്രൂട്ട്സും ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, മിഠായിലാണെങ്കിൽ അവന് തോന്നണം ഏതാണ് ഇഷ്ടപ്പെടേണ്ടത്. ഈ വീഡിയോസിലൊക്കെ കാണില്ലേ അങ്ങനത്തെ അത്. അല്ലാതെ ഭയങ്കര ഒരു ചോക്ലേറ്റ് ഫാനോ അല്ലെങ്കിൽ ഭയങ്കര ഒരു പലഹാര ഫാനോ ഒന്നുമല്ല. എപ്പോഴും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറേ ക്ലിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പിസ്ത ഗ്രീൻ, പിന്നെ ഒരു പേളിൻ്റെ, പിന്നെ ഇതാ ഈ ഒരു പിങ്ക് കളർ. ആൻഡ് ഞാനിത് ഈ ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ മേടിച്ചെന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞാൻ മേടിച്ചു, വല്യമ്മയും മേടിച്ചു. അങ്ങനെ പിന്നെ പിങ്കിൻ്റെ അതേ സെയിം വൈറ്റ് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ അവൾ പോയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് എനിക്ക് മേടിച്ചപ്പം സെയിം ആയിട്ട് അങ്ങനെ മേടിച്ചെന്നുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ വയ്യായിക്കൊക്കെ മാറിയിട്ടാണ് ആ ബോള് കൊണ്ട് അങ്ങ് എത്തിക്കാൻ. ഇല്ലെങ്കിൽ ഇപ്പോഴായിട്ട് അസുഖമൊക്കെ കഴിഞ്ഞ് ക്ലിയർ ആയതേ ഉള്ളൂ അവർ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എൻ്റെ പനി കൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കൊണ്ട് കൊടുക്കണം. അവൻ വലുതാവുന്നതിന് മുന്നെങ്കിൽ കൊണ്ട് കൊടുക്കുവാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ.